റോബിൻ രാധാകൃഷ്ണൻ ഇപ്പൊ BJP ചേർന്നല്ലോ, അപ്പൊ അതിനെ പറ്റി എന്താണ് അജു ബ്രോയ്ക്ക് പറയാനുള്ളത്? റോബിൻ BJP ചേർന്നത് റോബിന്റെ ആശയം കൊണ്ടൊന്നുമല്ല. റോബിൻ ചേർന്ന് അന്നത്തിന് വേണ്ടി ചേർന്നു എന്ന് പറയാം. അതായത് ഈ പൊളിറ്റിക്സ് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് അന്നത്തിന്റെ പൊളിറ്റിക്സും, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഐഡിയോളജിയുടെ പൊളിറ്റിക്സും. നമ്മൾ ഈ റോബിൻ കഴിഞ്ഞ കുറേ കാലമായിട്ട് റോബിന്റെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ നോക്കിയറിയാം, എന്നെ ഒന്ന് BJPയിലോട്ട് വിളി, എന്നെ ഒന്ന് BJPയിലോട്ട് വിളി എന്നുള്ള രീതിയിൽ എതിരേലും പോകുന്ന ഒരു രാഷ്ട്രീയക്കാരൻ്റെ കൂടെ ഫോട്ടോ എടുക്കുന്നു, അതങ്ങോട്ട് ഇടുന്നു. അപ്പം പുള്ളിക്കറിയാം, പുള്ളി ഒരു കുറേ നാളായിട്ട് BJP അല്ലാത്ത ആൾക്കാരെ ചൊറിയുക, ആ ചൊറിയുന്നതിലൂടെ ഫെയിം കിട്ടുക, എന്നിട്ട് പിന്നെ തിരിച്ചു വന്നിട്ട് എങ്ങനെയും BJPയിൽ ഒന്ന് കയറി കൂടുക എന്നുള്ള ഒരു ശ്രമമായിട്ട് കുറേ നാളായി ഈ റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്നവൻ ഇങ്ങനെ ഓടി നടക്കാൻ തുടങ്ങിയിട്ട്. ഒടുവിൽ എന്തായാലും BJP മെമ്പർഷിപ്പ് കിട്ടി. ഇനിയിപ്പോൾ റോബിന് ഒരു ലക്ഷ്യം കൂടുള്ളൂ, മത്സരിക്കുക. അപ്പം മത്സരിക്കുമ്പോൾ കേരളത്തിലെ ചാനലുകളിലെല്ലാം കുറച്ച് ദിവസം ഇങ്ങനെ ഫെയിം വരുള്ളൂ. പണ്ട് ഈ റോബിൻ്റെ കൂടെയുള്ള ആരോ ഇന്റർവ്യൂ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ റോബിൻ ഛർദ്ദിക്കുന്ന വീഡിയോ എടുത്ത് ഇട്ടു, ഔട്ടായപ്പം ഫീൽഡ് ഔട്ട് ആയപ്പോൾ ഛർദ്ദിക്കുന്ന വീഡിയോ എടുത്തിട്ടു, അല്ലെങ്കിൽ ഫീൽഡ് ഔട്ട് ആവുന്ന സമയത്ത് ഓരോ നമ്പറുമായിട്ട് വരും. ഇപ്പോൾ റോബിൻ ഫീൽഡ് ഔട്ട് ആകാൻ പോകുന്നു. റോബിൻ നല്ല ബിഗ് ബോസ് പ്ലെയർ ആയിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പ്ലെയർ. പക്ഷേ ഇപ്പോൾ ഫീൽഡ് ഔട്ട് ആകാൻ പോയപ്പം അടുത്തൊരു 3-4 മാസത്തേക്ക് ചർച്ചയാവുന്നു. പിന്നെ പിടിച്ചു നിൽക്കാനായിട്ട് BJPയുടെ പരിപാടികൾ കിട്ടും. ഈ മാരാര് കാണിച്ച പോലെ തന്നെ അതിൻ്റെ വേറൊരു മാരാര് ഇച്ചിരി കൂടെ സംസാരിക്കും, മാരാർക്ക് ഇച്ചിരി കൂടെ പൊളിറ്റിക്സ് വശമുണ്ട്. ഇത് പൊളിറ്റിക്സ് വശമൊന്നുമില്ല. ഒന്ന് ഫെയിം നിൽക്കാൻ ബെറ്റർ ഓപ്ഷൻ BJP, അവർ വിളിക്കും, അവരെടുക്കും. വേറെ ഏതെങ്കിലും പാർട്ടിയാണെങ്കിൽ റോബിനെ എടുക്കാനും പോകുന്നില്ല, ജയിക്കാനും പോകുന്നില്ല. ഇതിപ്പോൾ തോക്കുന്ന ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ മത്സരിക്കാം, ഒരു 3-4 മാസത്തേക്ക് റോബിൻ 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 ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാം. അതിനപ്പുറമുള്ള ഓപ്പറേഷൻ ഒന്നും റോബിൻ ലക്ഷ്യം അത് മാത്രമേ ഉള്ളൂ. ഒന്ന് നിലനിൽക്കാൻ വേണ്ടി 3-4 മാസം ചർച്ച നിൽക്കാൻ വേണ്ടിയുള്ള ഒരു പരിപാടി, അല്ലാതെ ഈ അന്നത്തിന് വേണ്ടി. ഇപ്പം പൈസ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും അന്നം നിങ്ങളെ ഇനിയും നിങ്ങളെ ഇന്റർവ്യൂവിന് വിളിക്കത്തില്ലേ? ഇന്റർവ്യൂവിന് വിളിക്കും റോബിൻ എന്താ വേണ്ടേ? ഇന്റർവ്യൂവിന് വിളിക്കുമ്പോൾ 10, 30, 40 മേടിക്കാം, മതി. ലൈംലൈറ്റ് നിന്നില്ലേ, കച്ചവടം, അത്രേ ഉള്ളൂ റോബിന്റെ പരിപാടി. അതിന്റെ അപ്പുറം ഒന്നും റോബിനില്ല. സേവനം ചെയ്യുന്നുള്ളൊരു റോബിനെ കൊണ്ട് എന്ത് സേവനം? നിങ്ങൾ റോബിന്റെ ബിഗ് ബോസ് ഇങ്ങോട്ട് ഇറങ്ങി വന്നു. റോബിൻ ഈ പറയുന്ന പോലെ ലൈംലൈറ്റ് നിൽക്കാനായിട്ട് നമ്പറുകൾ അറിയാവുന്ന ഒരാൾ എന്നതിനപ്പുറം റോബിന് ഒരു നമ്പറും അറിയില്ല. ലൈംലൈറ്റ് നിൽക്കാനായിട്ടുള്ള കുറേ നമ്പറുകൾ റോബിൻ അറിയാം. എങ്ങനെ പിടിച്ചു നിൽക്കണമെന്നറിയാം, അല്ലെങ്കിൽ എങ്ങനെ അങ്ങോട്ട് പോകണമെന്നറിയാം, ഇങ്ങോട്ട് പോയി എവിടെ പോയാൽ വാർത്ത വരുമെന്നറിയാം. വാർത്ത സൃഷ്ടിക്കുക. ആരാരും ഇത് തന്നെ ചെയ്യുന്നത്. വാർത്ത സൃഷ്ടിക്കുക, ലൈംലൈറ്റ് നിൽക്കുക. അതിനപ്പുറം ഒന്നും ഇവർക്കൊന്നും ഒരു ലക്ഷ്യവും ഇല്ല. ഇപ്പം നിങ്ങൾ ഓർക്കുന്നുണ്ടോ, സ്ഥിരമായിട്ട് നിൽക്കാനായിട്ടാണ് മാരാര് BJPയിലോ NDAയിലോ പോയെന്ന്? അല്ല, മാരാർ അതിനുവേണ്ടി അല്ല BJPയിലോ NDAയിലോ പോയേക്കുന്നത്. മാരാര് 2020 പോലൊരു പാർട്ടി എടുത്ത് ഇപ്പം NDAയിലേക്ക് പോകുന്നു, മത്സരിക്കും, തോക്കുമെന്ന് മാരാർക്കറിയാം. മാരാർ പൊട്ടറൊന്നുമല്ല, മാരാർക്കറിയാം തോക്കുമെന്ന്. മാരാർ തോക്കും. ഈ 2020 പോലെ കേരളത്തിലെ അത്യാവശ്യം വോട്ടുള്ള ഒരു പാർട്ടിയുടെ തലപ്പത്തേക്ക് രണ്ടാമനായിട്ട് പുള്ളി വരുമ്പോൾ പുള്ളിക്ക് ആ ഓപ്പർച്യൂണിറ്റി വെച്ചിട്ട് നാളെ ഈ 2020യും കൂടെ വലിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു മുന്നണിയിലോട്ട് വരിക, കേരളത്തിൽ ഏതെങ്കിലും ഒരു മുഖ്യ മുന്നണിയിലോട്ട് വരിക. അപ്പോൾ ആ മുന്നണി സീറ്റ് കൊടുക്കുമല്ലോ. ആ മുന്നണി സീറ്റ് കൊടുക്കുമ്പോൾ ഈ പാർട്ടിയിലെ രണ്ടാമൻ അല്ലെങ്കിൽ സാബു മത്സരിച്ചില്ലെങ്കിൽ ഒന്നാമൻ, അപ്പോൾ സീറ്റ് കിട്ടും, മത്സരിക്കും. കേരളത്തിലൊരു മുന്നണിയുടെ മുന്നണി നേതാവായി. അപ്പോൾ ഇവന് മന്ത്രിയാകാം, അല്ലെങ്കിൽ ഇവൻ MLA ആകാം. അല്ലാതെ ഈ വട്ടം ജയിക്കാനായിട്ടൊന്നുമല്ല, NDA നിൽക്കാനായിട്ടുമല്ല. പിന്നെ അതുകൊണ്ടാണല്ലോ സേഫായിട്ട് എല്ലാവരും ടച്ച് ചെയ്ത് നിൽക്കുന്നത്. പക്ഷേ ഈ ഫാമിലിയുമായിട്ടുള്ള ആളുകൾക്ക് ഒരുപാട് കാര്യമാണ് തോന്നുന്നുണ്ടോ? പറയുന്ന കുടുംബത്തിലുള്ള ആളുകളൊക്കെ പറയുന്നത്, മാരാര് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ശരിയാണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് തോന്നുന്നുണ്ടോ? പക്ഷെ മാരാർ എക്സ്പോസ് ആയി തുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തു. നിങ്ങൾ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, മാരാർ ഒരു ദിവസം എന്ന് പറയുന്നത്. പിന്നെ മാരാർക്ക് അറിയാം, നിങ്ങൾ ബിഗ് ബോസ് ഹീറോ അല്ല മാരാർ ബിഗ് ബോസ് ഹീറോ അല്ല. മാരാർ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഹീറോ ആയാളാണ്. റോബിന്റെ ഫെയിമും നിങ്ങൾ മാരാരുടെ ഫെയിമും നോക്കണം. മാരാർ ബിഗ് ബോസിൽ നിന്ന ഫെയിം അല്ല. മാരാർ വെളിയിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ മാരാരുടെ ഗ്രാഫ് ഇങ്ങനെ പോയി. റോബിന്റെ ഗ്രാഫ് അകത്ത് വെച്ച് തന്നെ ഹൈലോട്ട് പോയൊരു ഗ്രാഫ്. മാരാർ കപ്പടിച്ചു റോബിൻ. പക്ഷേ റോബിൻ ഉണ്ടാക്കിയ ഇമ്പാക്ട് ഒരിക്കലും ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ആരും ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മാരാരുടെ സീസൺ ഈസി സീസൺ ആയിരുന്നു. പിന്നെ മാരാർക്ക് ഇവിടെ മാരാർ ഇപ്പം വന്നിട്ട് എല്ലാവരോടും പറയുന്ന കാര്യമുണ്ട്, ബിഗ് ബോസ് അവഗണന. ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ബിഗ് ബോസ് ഏറ്റവും കൂടുതൽ പാർഷ്വാലിറ്റി കാണിച്ചതും ഏറ്റവും കൂടുതൽ വൺ സൈഡായിട്ട് സപ്പോർട്ട് ചെയ്തു ആരെയാ? ഈ അഖിൽമാരാര് അവസാന ആഴ്ചകളിൽ ഭയങ്കര അഗ്രസീവ് ആയിരുന്ന അഖിൽമാരാർ അവസാന ആഴ്ചകളിൽ ഒന്ന് വെളിയിൽ പോകുന്നുണ്ട് ഒരു ട്രീറ്റ്മെന്റിന്. എന്നിട്ട് ഈ അഖിൽമാരാർ തിരിച്ചു വന്നിട്ട് പിന്നെ ഒരു മനുഷ്യനോട് ചൂടാകുന്നില്ല, പിന്നെ നൈസായിട്ട് നിൽക്കുന്നുണ്ട്. അതായത് ആ മാരാർക്ക് വെളിയിൽ സപ്പോർട്ട് ഉണ്ടെന്ന് മനസ്സിലായിട്ട് മാരാർ ഷോയിൽ കയറി വന്ന. അങ്ങനെ ബിഗ് ബോസ് ഷോയുടെ ചരിത്രത്തിൽ ആർക്കെങ്കിലും ഒരു പാർഷ്വാലിറ്റി കൊണ്ട് ഗുണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ആരോടെങ്കിലും ഒരു കൂടുതൽ സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മാരാരോടാ. അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മാരാർക്കാണ്. പിന്നെ മാരാരെക്കാളും റോബിൻ തന്നെയായിരുന്നു ബിഗ് ബോസിലെ ഹീറോ. പക്ഷേ വെളി വന്നിട്ട് മാരാരത് ഗെയിൻ ചെയ്തു. മാരാരുടെ ഒരു മാനിഫെസ്റ്റേഷൻ മാരാരെ ടാർഗറ്റ് ചെയ്തിട്ട് മാരാർക്ക് ഇപ്പം മാരാർ കാണുന്ന ഈ തെരഞ്ഞെടുപ്പല്ല,
മാരാര് കാണുന്ന 2031 തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന 2020 അങ്ങോട്ട് കേരളത്തിൽ ഏതെങ്കിലും ഒരു മുഖ്യ മുന്നണി UDF എങ്ങനെയും വരാൻ പറ്റുമോ, അങ്ങനെ അവിടുന്ന് മത്സരിച്ച് MP യോ MLA ആകുന്ന, അല്ലെങ്കിൽ MLA യോ മന്ത്രിയോ ആകുന്ന അഖിൽമാരാരെ കാണുന്നത്. അല്ലാതെ ഈ വട്ടം NDA പോയിട്ട് 2020 പോയിട്ട് മത്സരിച്ച് ജയിക്കുന്നൊന്നുമല്ല അഖിൽമാരാരുടെ ലക്ഷ്യം. പാർട്ടി മാറി കളിക്കുന്ന ഒരാൾക്ക് ജനങ്ങൾ വോട്ട് ചെയ്യും. പാർട്ടി മാറി കളിക്കാന്നല്ല, ഈ മുന്നണി ഏറ്റവും ഫ്രണ്ട് നിൽക്കുന്ന ഒരു മുന്നണിയിലേക്ക് വരുമ്പോൾ അത് UDF ആയാലും LDF ആയാലും അവിടുത്തെ അണികൾ ഇവനെ സപ്പോർട്ട് ചെയ്യുന്നതിനെ അറിയാം. അപ്പം അതാണ് UDF വരാൻ നോക്കുന്നു, UDF സീറ്റ് കിട്ടാതെ വരുന്നു. അപ്പം എങ്ങനെയും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാന്നുള്ള രീതിയിലേക്ക് BJP പോകുന്നു, NDA പോകുന്നു. അത് BJP തിരഞ്ഞെടുക്കുന്നില്ല, ഒരു പാർട്ടി തിരഞ്ഞെടുക്കുന്നു. അവിടെ ഒരു സുപ്രീം ലീഡർ മാത്രമുള്ള ഒരു പാർട്ടി തിരഞ്ഞെടുത്തിട്ട് ആ പാർട്ടിയിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് വരിക, തിരിച്ച് UDF വല്ലതും വന്നിട്ട് MP MLA ആവുക, അല്ലെങ്കിൽ MLA മന്ത്രി ആകുക എന്നുള്ള ലക്ഷ്യം. അല്ലാതെ ഇപ്പോഴത്തെ ഈ തെരഞ്ഞെടുപ്പിലൊന്നും ഇതൊക്കെ അന്നത്തിന്റെ രാഷ്ട്രീയമാണെന്നേ, ലൈം ലൈറ്റ് നിൽക്കാനുള്ള കളി അല്ലാതെ വേറെ ഒന്നും. പക്ഷേ അഖിൽമാരാറ് ഈ ബിഗ് ബോസിനെ പറ്റി പറയുമ്പോൾ ബിഗ് ബോസിൽ പോകുന്നതിന് പകരം ലുലുമാളിൽ പോയിട്ട് തുണി മുക്കി കാണിച്ചിട്ടാണ് പോലെ ചോദിച്ച ആളാണ്. ആണ്. പക്ഷെ നിലപാട് ഇല്ലാതെ തോന്നി. അതാണ് ഗെയിം. ആ ഡയലോഗ് വിടുമ്പോൾ ബിഗ് ബോസിലോട്ട് വിളിക്കാൻ വേണ്ടി വിട്ട ഡയലോഗാണ് അത്. പിന്നെ അവിടെ ഈ മാങ്ങാ കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന അഖിൽമാരാർ ഇവിടം വരെ വന്നിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഗെയിം അറിയാം. അയാളുടെ ബിഗ് ബോസ് ഗെയിമർ അല്ല, ലൈഫ് ഗെയിമറാണ് അഖിൽമാരാർ. യൂത്ത് കോൺഗ്രസിന്റെ നിയോജകമണ്ഡല സെക്രട്ടറിയും കണ്ടായിരുന്നു. അവിടുന്ന് ബ്ലോക്ക് സീറ്റ് ചോദിച്ച് തോക്കുന്നു. പിന്നെ പുള്ളിക്ക് ഇങ്ങനെ ഫെയിം കിട്ടാനായിട്ട് സിനിമയിലോട്ട് പോകുന്നു. രാഷ്ട്രീയം കഴിഞ്ഞാൽ സിനിമയിലാണ് ഫെയിം കിട്ടുന്നത്. അങ്ങനെ സിനിമയിലോട്ട് പോകുന്നു. സിനിമയിൽ നിന്ന് പിന്നെ എന്നാ ചെയ്യുന്നത്? സിനിമയിൽ നേരെ വന്നിട്ട് രാഷ്ട്രീയത്തിലോട്ടോ. ഒരു സിനിമ, പേരിന് വേണ്ടി സിനിമ, ആ സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം അതൊരു ക്വാളിറ്റി ഇല്ലാത്ത സിനിമയാണ്. ആ സിനിമ അങ്ങനെ എടുത്ത അഖിൽമാരാർ ഡയറക്ടർ എന്നുള്ള ടാഗിന് വേണ്ടി മാത്രം എടുത്തേ. ആ ഡയറക്ടർ എന്നുള്ള ടാഗ് വെച്ചിട്ട് സിനിമ ഇറങ്ങുന്നതിന് മുമ്പേ പുള്ളി എന്ത് ചെയ്തു? പുള്ളി സിനിമകൾ ചാനൽ ചർച്ചയിൽ പോകാൻ തുടങ്ങി. ചാനൽ ചർച്ചയിൽ പോയിട്ട് എന്താ ചെയ്തത്? കേരളത്തിലെ മുഴുവൻ വൃത്തികെട്ട സിനിമാ കേസുകളും പിടിച്ചു. എന്തിന്? സിനിമാ ഫീൽഡിലെ സകലരുമായിട്ട് ബന്ധം ഉണ്ടാക്കാൻ. പിന്നെ ആ ഡയറക്ടർ എന്നുള്ള നിലയിൽ നാക്കൊണ്ടുവരുന്ന ആളുകൾക്ക് മനസ്സിലായപ്പോൾ ഇവൻ എന്ത് ചെയ്തു? ഇവൻ ഈ പറയുന്ന പോലെ രാഷ്ട്രീയ നിരീക്ഷകനായി അവിടെ പോയിട്ട് സ്റ്റാൻഡ് എടുക്കുന്നു. കോൺട്രവേഴ്സി സൃഷ്ടിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യമായിരുന്നു. അങ്ങനെ കോൺട്രവേഴ്സി സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ബിഗ് ബോസിന് മുമ്പേ ഈ പുള്ളി വന്നിട്ട് എന്ത് പറഞ്ഞു? എന്നെ ബിഗ് ബോസിൽ പോയി ബിഗ് ബോസിൽ പോകുന്നതിനേക്കാളും നല്ലത് ലുലുമാളിൽ പോയി തുണി പോക്കി കാണിക്കുന്നത്. അങ്ങനെ ബിഗ് ബോസ് വിളിക്കുന്നു, അവിടെ പോകുന്നു. അവിടെ പോയി പുള്ളി ഈ ഗെയിം അറിയാതെയാണോ അഖിൽമാരാർ അവിടെ പോയി ഗെയിം കളിച്ചത്? ഏറ്റവും മനോഹരമായിട്ട് ഗെയിം കളിച്ചു. ആ ഒരു ഗെയിം തന്നെയാണ് ഇപ്പൊ രാഷ്ട്രീയത്തിലെ ജീവിതമേ ഗെയിമാണ്. ജീവിതത്തിൽ ഗെയിം കളിക്കുന്ന ഒരാളുടെ അഖിൽമാരാരാ? അല്ല, അഖിൽമാരല്ല, വേറെ ആരാ ജീവിതത്തിൽ ഗെയിം കളിക്കുന്നത്? കൃത്യമായിട്ട് ഞാൻ ഇപ്പോഴും പറയുന്നു, അഖിൽമാരാർ ഈ തെരഞ്ഞെടുപ്പ് വിജയിക്കാന്നല്ല. 2020 അടുത്ത തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു മുന്നണിയിലോട്ട് കൊണ്ടുപോയിട്ട് അവിടെ മത്സരിക്കുന്ന സാമാന്യം രാഷ്ട്രീയം നന്നായിട്ട് അറിയാവുന്ന ആളാണ് അഖിൽമാരാർ പൊട്ടൊന്നുമല്ല, രാഷ്ട്രീയം നന്നായിട്ട് അറിയാം. ആ പുള്ളി ലക്ഷ്യം നമുക്ക് അടുത്ത തെരഞ്ഞെടുപ്പ് വന്നേ, അടുത്ത തെരഞ്ഞെടുപ്പ് മത്സരിച്ചിട്ട് വിജയിക്കുന്ന, അല്ല വേറെ ഒന്നുമല്ല. ഇത്രേ ഉള്ളൂ പുള്ളിയുടെ കളികള്. ഇനി അങ്ങോട്ട് കോൺട്രവേഴ്സികൾ സൃഷ്ടിക്കുക. പിണറായി വിജയനെ ചൊറിയും പുള്ളി. പിണറായി വിജയനെ ചൊറിയും, VD സതീശനെയും ചൊറിയും. എന്നിട്ട് പറയും ഇവർ തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് പറയും. ഇതൊക്കെയാണ് പുള്ളി ചെയ്യാൻ പോകുന്നത്. പക്ഷെ അഖിൽമാരാരുടെ ഈ കളിയൊന്നും ഈ തെരഞ്ഞെടുപ്പ് ഇവിടെ ഇറക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എക്സ്പോസ്ഡ് ആയി. ഇനി വെള്ളം അടിക്കാനായിട്ട് പിന്നെ പണ്ട് 100 പോസ്റ്റുകൾ ഇട്ട് വെക്കും. പുള്ളിക്ക് വേറൊരു പരിപാടിയും കൂടെ ഉണ്ട്. പഴയ കുറേ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇട്ട് വെക്കും. എന്നിട്ട് സാഹചര്യം വരുമ്പോൾ ഒരെണ്ണം എടുത്ത് അങ്ങ് വീശും. പണ്ടേ ഞാനിത് പറഞ്ഞതാണ്. പണ്ടും 100 കാര്യം പറഞ്ഞു. നിങ്ങളോ ആരും ഇവന്റെ പഴയ ഫോട്ടോസ് നമുക്ക് കണ്ടുപിടിക്കാം, പഴയ എഴുതിയിട്ട പോസ്റ്റുകൾ കണ്ടുപിടിക്കാൻ പറ്റില്ല. അവനിത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെടുത്ത് അങ്ങിടും, ലൈം ലൈറ്റ് നിൽക്കും. വേറെ ആണോ?